ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. വലിയ ഒരു ആർഭാടങ്ങളൊന്നുമില്ലാതെ തിയേറ്ററുകളിൽ ഇന്ന് റിലീസ് ചെയ്ത ഒരു മമ്മൂക്ക മൂവിയാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ഗൗതം വാസുദേവൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. മലയാള സിനിമ പറഞ്ഞാൽ സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. മമ്മൂക്കയെ കൂടാതെ ഗോകുൽ സുരേഷ്, ലെന, സിദ്ദിഖും ലെനയൊക്കെ എന്താ പറയാ ഗസ്റ്റ് റോളൊക്കെ വരുന്നുള്ളൂ. വിജയ് ബാബു അങ്ങനെ തന്നെയുള്ളൂ. മമ്മൂക്ക തന്നെയാണ് ഇതിൽ മെയിൻ കഥാപാത്രം. പിന്നെ ഗോകുൽ സുരേഷ്, മമ്മൂക്കയും ഗോകുൽ സുരേഷാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സുഷ്മിത ഭട്ട് എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. പിന്നെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ നടിയുണ്ട്. അവരൊക്കെയാണ്. വിനീതുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഷൈൻ ചാക്കോ വെറുതെ വന്ന് പോയതുപോലെ തോന്നി. എന്തിനാണെന്ന് അറിയില്ല. പിന്നെ ഗൗതം വാസുദേവനോട് ചെറിയൊരു മുഖം കാണിച്ചു പോകുന്നുണ്ട്. അത്രയാണ് ഈ സിനിമയിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാവുന്നത്. പിന്നെ ഈ സിനിമ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ലേഡീസ് പേഴ്സ് കിട്ടുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ആ ലേഡീസ് പേഴ്സിന്റെ ഒരു മിസ്സിംഗ് ആയിരിക്കും സംഭവം. അതിന്റെ ഉടമസ്ഥൻ ആര് എന്ന് തെരഞ്ഞു പോകുന്ന ആണ് നമ്മുടെ നായകൻ. അപ്പോൾ അതിന് പിന്നീട് ആ ഉടമസ്ഥൻ എന്ത് സംഭവിച്ചു, അതിലെ പിടിച്ച് ഒരു പിടിവിലായിട്ട് ഇങ്ങനെ പോവുക. ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ആ ഒരു ജാനറിൽ പെടുന്ന ഒരു സിനിമ. മമ്മൂക്കയുടെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു റിയലിസ്റ്റിക് മൂഡിൽ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു ക്യാരക്ടർ ബിൽഡപ്പ് എന്നൊക്കെ പറയാവുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്നുള്ളത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമില്ല, വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ ആ ഒരു പിന്നെ പറയാ ഒരു കേസ് അന്വേഷണവും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂടുതലായിട്ട് ഫസ്റ്റ് ഹാഫ് പറഞ്ഞു പോകുന്നില്ല. എന്നാലും ആ ഒരു കോമഡി കാര്യങ്ങളും പിന്നെ ഓരോ കാര്യത്തെ പറ്റി നമ്മുടെ മമ്മൂക്കയുടെ ഓരോ തള്ളു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോകുൽ സുരേഷിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രസകരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. അടിപൊളി പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് അതായത് ഈ ഒരു പെട്ടെന്നൊരു ഇന്റർവെൽ ആയതുപോലെ തോന്നി എനിക്ക്. അങ്ങനത്തെ ഒരു ഇന്റർവെൽ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് പിന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പോകുന്നത് സെക്കൻഡ് ഹാഫിലാണ്. എന്നാലും ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു 20 മിനിറ്റ് ഒക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് എൻഗേജിങ് ആയി തോന്നിയ സിനിമ എന്നുള്ളത്. പിന്നെ വലിയ ട്വിസ്റ്റ് കാര്യങ്ങളും സംഭവങ്ങളൊന്നുമില്ല. ക്ലൈമാക്സിൽ ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. അത് എല്ലാവർക്കും ഒക്കെ വർക്കാവുമെന്ന് അറിയില്ല. എനിക്ക് ഏകദേശം ഒരു പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ് സംഭവം. അത് നിങ്ങൾ കണ്ടുനോക്കാൻ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴ് സിനിമകളൊക്കെ ഉണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തമിഴ് സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമയിലേക്ക് ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ആ ഒരു സംഭവം. പക്ഷെ ക്ലൈമാക്സിൽ പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി എനിക്ക്. ഈ സിനിമ പെട്ടെന്ന് ക്ലൈമാക്സ് എത്തിയ സമയത്ത് ആ ഒരു സംഭവം റിവീൽ ചെയ്ത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് സിനിമ തീർന്നു പോയതുപോലെ തോന്നി. അങ്ങനെ പേര് കൊടുക്കുന്നത് ആ ഒരു സ്റ്റോറി ടെല്ലിങ്, ആ ഒരു സ്റ്റോറി നാരേഷൻ കുറച്ചൊരു ലാഗായിട്ടാണ് എനിക്ക് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയ സമയത്ത് ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വലിയ ഹൈപ്പിലൊന്നും വരാത്തൊരു സിനിമയാണ് മമ്മൂക്കയുടെ ഈ ഒരു സിനിമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ട ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയി കണ്ടതുകൊണ്ട് തന്നെ സിനിമ എങ്ങനെ ഫീൽ ചെയ്ത് നോക്കിയാൽ വാച്ചബിൾ, ഓക്കെ, ഒരു ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് കണ്ടിരിക്കാം. അദ്ദേഹത്തിന്റെ എന്താ പറയാ മമ്മൂക്കയുടെ ഓരോ എന്താ പറയുക കോമഡി കാര്യങ്ങളൊക്കെ രസകരമായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളൊക്കെ എല്ലാവരും നന്നായിട്ടുണ്ട്. ആരും മോശമാക്കിയിട്ടൊന്നുമില്ല. ആ ഒരു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സുഷ്മിത ഭട്ട് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. നന്ദിത എന്നൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. സുഷ്മിത ഭട്ട് എന്ന നായിക. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. റിയലിസ്റ്റിക് ആയിട്ടാണ് സംഭവം. അത് നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല രസകരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായിരുന്നു ഈ സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.